അഹങ്കാരത്തിന്റെ ആ കപ്പൽ കൂട്ടത്തെ ഒരൊറ്റ പെൺസിംഹം വിറപ്പിച്ച കാഴ്ചയ്ക്കാണ് കേരളം സാക്ഷ്യം വഹിച്ചത്. ഒരു ജനതയെ മുഴുവൻ വെല്ലുവിളിച്ച, മാധ്യമങ്ങളെ നോക്കി കടക്ക് പുറത്ത് എന്ന് ആക്രോശിച്ച ആ പഴയ കപ്പിത്താനെ പിണറായി വിജയനെ നിയമസഭയുടെ നടുത്തളത്തിൽ വെച്ച് അക്ഷരാർത്ഥത്തിൽ അടിച്ചിരുത്തിക്കൊണ്ട് രമ്യ ഹരിദാസ് എന്ന പെൺപുലി ഗർജിക്കുകയായിരുന്നു. കേരള രാഷ്ട്രീയത്തിലെ വൻമരങ്ങൾ പോലും വാക്കുകൾ സൂക്ഷിച്ചുപയോഗിക്കുന്ന സഭയിൽ പിണറായി വിജയന്റെ മുഖത്ത് നോക്കി രമ്യ ചോദിച്ച ചോദ്യങ്ങൾ ഓരോന്നും പ്രതിപക്ഷത്തിന്റെ നെഞ്ചിലേക്കാണ് വന്നു തറച്ചത്. പ്രവാചകൻ മുഹമ്മദ് നബിയുടെ വചനങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് തെറ്റുകൾ തിരുത്താത്ത കപ്പൽ മുങ്ങിപ്പോകുമെന്ന് അവരെ ഓർമ്മപ്പെടുത്തിയപ്പോൾ സഭയാകെ നിശബ്ദമായി മാറി. ജനങ്ങൾ കണ്ണീരൊഴുക്കുമ്പോൾ മെഗാ തിരുവാതിര കണ്ട് ആസ്വദിച്ച കപ്പിത്താന്റെ ധാർഷ്ട്യത്തെ ജനവിധി കൊണ്ട് മുഖ്യ കഥ രമ്യ ഹരിദാസ് വിളിച്ചു പറഞ്ഞപ്പോൾ പ്രതിപക്ഷ കസേരയിലിരുന്ന പിണറായി വിജയന് പോലും മറുപടിയില്ലാതെ തല താഴ്ത്തേണ്ടി വന്നു. അധികാരത്തിന്റെ കസേരയിലിരുന്ന് അട്ടഹസിച്ച പിണറായി വിജയനെ സാക്ഷിയാക്കി നിർത്തിക്കൊണ്ട് ഇതൊരൊറ്റ കപ്പിത്താന്റെ തനിഷ്ടത്തിൽ ഓടുന്ന കപ്പലല്ല, മറിച്ച് ജനവിശ്വാസത്തിന്റെ 102 ബോഗികളുള്ള വിസ്മയ ട്രെയിനാണ് UDF എന്ന് രമ്യ പ്രഖ്യാപിച്ചപ്പോൾ സഭയിൽ ഉയർന്നു കേട്ടത് UDFന്റെ വിജയഭേരിയായിരുന്നു. തകർന്ന പാലങ്ങളും തകർത്ത ഭരണ സംവിധാനങ്ങളും നന്നാക്കി ഈ ട്രെയിൻ മുന്നോട്ട് കുതിക്കുമെന്ന് ആ പെൺപുലി ഉറപ്പിച്ചു പറയുമ്പോൾ അത് പിണറായി വിജയന്റെ രാഷ്ട്രീയ അഹങ്കാരത്തിന് മേൽ ജനങ്ങളേൽപ്പിച്ച ഏറ്റവും വലിയ പ്രഹരമായി മാറി. സഭയെ ഒന്നടങ്കം കയ്യിലെടുത്ത എതിരാളികളെ നിഷ്പ്രഭമാക്കി രമ്യ ഹരിദാസിന്റെ ഈ മാസ് പെർഫോമൻസ് കേരള രാഷ്ട്രീയ ചരിത്രത്തിൽ സുവർണാക്ഷരങ്ങളിൽ എഴുതപ്പെടുക തന്നെ ചെയ്യും. അധികാര ഗർവ് കാട്ടി പിണറായി വിജയന്റെ നിയമസഭയിൽ അക്ഷരാർത്ഥത്തിൽ പിടിച്ചിരുത്തിക്കൊണ്ട് രമ്യ ഹരിദാസ് നടത്തിയ ആ സിംഹഗർജനം വെറുമൊരു പ്രസംഗമായിരുന്നില്ല. അത് ഈ നാട്ടിലെ സാധാരണക്കാരെ ജനങ്ങളുടെ നെഞ്ചിലെ തീയാണ്. ഒരൊറ്റ കപ്പിത്താന്റെ അഹങ്കാരത്തിന് മുന്നിൽ ഇനി കേരളം തല കുനിക്കില്ല എന്ന പ്രഖ്യാപനമാണ് അവർ നൽകിയത്. ഈ പെൺപുലിയുടെ വാക്കുകൾ കേരള ചരിത്രത്തിലുടനീളം മുഴങ്ങി കേൾക്കുക തന്നെ ചെയ്യും. അവരുടെ ആ തീപ്പൊരി പ്രസംഗത്തിലേക്ക് പോകാം. ഒരു കപ്പലിന്റെ കഥ കൂടി പറഞ്ഞ് അവസാനിപ്പിക്കുന്നു. പ്രവാചകൻ മുഹമ്മദ് നബിയുടെ വചനങ്ങളിൽ ഒരു കപ്പലിലെ യാത്രക്കാരെ പറ്റി പറയുന്നുണ്ട്. പരസ്പരം തിരുത്തുകയും തെറ്റുകൾ ചെയ്യുന്നവരെ തടയുകയും ചെയ്യാത്ത കപ്പൽ മുങ്ങിപ്പോകും എന്ന് ഓർമ്മിപ്പിക്കുന്നുണ്ട് സാർ. അങ്ങനെയുള്ള ഒരു കപ്പൽ കേരളത്തിലും ഉണ്ടായിരുന്നു സാർ. തെറ്റുകൾ ചൂണ്ടിക്കാണിക്കാതെയും തെറ്റുകൾ തിരുത്താതെയും മുങ്ങിപ്പോയ ഒരു കപ്പൽ. ആ കപ്പലിൽ ആളുകൾ പലതരം അതിക്രമം നടത്തിയപ്പോൾ കപ്പലിനെ രക്ഷിക്കേണ്ടിയിരുന്ന കപ്പിത്താൻ മെഗാ തിരുവാതിര ആസ്വദിക്കുകയായിരുന്നു സാർ. കപ്പലിലെ ജനങ്ങൾ കപ്പലിന്റെ കേടുപാടുകൾ സൂചിപ്പിച്ചപ്പോൾ പോലും കടക്ക് പുറത്ത് എന്നും മാറി നിൽക്കങ്ങോട്ട് എന്നും വീട്ടിൽ പോയി ചോദിക്കുകയെന്നും ആയിരുന്നു സാർ കപ്പിത്താന്റെ മറുപടി. സാർ, ആ കപ്പൽ ആടി ഉലഞ്ഞപ്പോൾ കേടുപാട് തീർക്കുന്നതിന് പകരം കപ്പൽ ജീവനക്കാർ തന്നെ കപ്പൽ നശിപ്പിക്കാൻ ശ്രമം നടത്തിയപ്പോൾ രക്ഷാപ്രവർത്തനം എന്നാണ് സാർ കപ്പിത്താൻ അതിനെ പ്രശംസിച്ചത്. സാർ, അങ്ങനെയുള്ള കപ്പൽ മുങ്ങിയില്ല എങ്കിൽ അത്ഭുതമേ ഉള്ളൂ. മുങ്ങിയില്ലെങ്കിൽ മലയാളികൾ ആ കപ്പലിനെ മുക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല എന്ന് തെളിഞ്ഞിരിക്കുകയാണ് സാർ. ഒരു കപ്പിത്താൻ മാത്രം നിയന്ത്രിക്കുന്ന ഒരു കപ്പലല്ല സാർ പുതിയ സർക്കാർ. ഇത് 102 ബോഗികൾ ഉള്ള ഒരു വിസ്മയ ട്രെയിനാണ്. ഇതിൽ ഗാർഡുമാരുടെയും സ്റ്റേഷൻ മാസ്റ്ററുടെയും ടെക്നീഷ്യന്മാരുടെയും ഉൾപ്പെടെയുള്ളവരുടെ കൂട്ടായ ഉത്തരവാദിത്വത്തോടെയാണ് ഈ ട്രെയിൻ ഓടുക. ഈ ട്രെയിനിലെ യാത്രക്കാർ ജനങ്ങളാണ് സാർ. അവരുടെ നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും ട്രെയിൻ യാത്രയുടെ സൗകര്യങ്ങളും കൂട്ടുന്നതിനും പുതിയ റൂട്ടുകൾ അനുവദിക്കുന്നതിനും പരിഗണിക്കും സാർ. സിഗ്നലുകൾ കൃത്യമായി പാലിച്ച് കഴിഞ്ഞ കാലത്ത് നശിച്ച പാലങ്ങൾ നന്നാക്കി പരമാവധി വേഗം ആർജിച്ച് ഈ ട്രെയിൻ കൃത്യസമയത്ത് ഓരോ സ്റ്റേഷനിലും ഓടിയെത്തി ലക്ഷ്യസ്ഥാനത്ത് എത്തുക തന്നെ ചെയ്യും സാർ. ഈ ട്രെയിൻ ഈ രാജ്യത്തിന് മാതൃകയായ ഒരു ട്രെയിനായി മാറും സാർ. നന്ദി പ്രമേയത്തെ ഒരിക്കൽ കൂടി ചിറയിൻ കീഴുകാർക്ക് വേണ്ടി കേരളത്തിന് വേണ്ടി പിന്തുണച്ചുകൊണ്ട് എന്റെ വാക്കുകൾ പിൻവാങ്ങുന്നു.